തീർച്ചയായിട്ടും വിജീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഓർഡർ മാറ്റി പരീക്ഷിക്കുക, അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും സഞ്ജുവിനെ ഒഴിവാക്കാൻ വേണ്ടി കളിപ്പിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ള വിമർശനമാണ്. പക്ഷേ അതിലൊക്കെ തന്നെ സഞ്ജു മറുപടിയെ സഞ്ജു മോഹൻലാൽ സാംസൺ എന്ന ഒരു ടാഗ് വരികയും ചെയ്തു. സഞ്ജു തന്നെ അത് പറയുന്നുണ്ട്. ഏത് ഓർഡറിലും കളിക്കാൻ താൻ പ്രാപ്തനാണ്, ഏത് ഓർഡറിലും ഞാൻ കളിക്കാൻ തയ്യാറാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഓർഡറിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ടോപ്പ് ഓർഡറാണോ മിഡിൽ ഓർഡറാണെന്ന് പറഞ്ഞാൽ അങ്ങനെ തടയാൻ കഴിയുമോ ഇനി? അത് സഞ്ജു ആ രീതിയിൽ പറയുന്നത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കരിയർ നമ്മൾ ഒരുപക്ഷെ ഏത് താരത്തിനും പ്രചോദനമാണ്. കാരണം ഇത്രമാത്രം തിരിച്ചടി നേരിട്ടിട്ട് പോലും അദ്ദേഹം അതിനെ മറികടക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ സഞ്ജു ഏത് തരം ബാറ്ററാണെന്ന് ചോദിച്ചാൽ ഈ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് അദ്ദേഹത്തെ പറയാൻ സാധിക്കും അദ്ദേഹം ടോപ്പ് ഓർഡറിന് പറ്റിയ ബാറ്ററാണ് എന്ന് തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ കരിയർ ഉടനീളം നമുക്ക് പരിശോധിക്കാം. വേണമെങ്കിൽ IPL ചരിത്രത്തിൽ ടോപ്പ് 3-ൽ 3-ാം നമ്പർ ബാറ്റിങ്ങിൽ ആ ഓർഡറിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച താരം ആരാണെന്ന് ചോദിച്ചാൽ അത് സുരേഷ് റെയ്നയാണ്. തൊട്ട് താഴെ അതിൻ്റെ പകുതിയോളം മത്സരങ്ങൾ മാത്രം കളിച്ച സഞ്ജു സാംസന്റെ പേര് കാണാം. ഏറ്റവും രസകരമായ കാര്യം, വിരാട് കോഹ്ലി സഞ്ജു സാംസണേക്കാൾ ഒരു മത്സരം കൂടുതൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ റൺസ് സഞ്ജുവിനേക്കാൾ കുറവാണ്, ശരാശരി കുറവാണ്, സ്ട്രൈക്ക് റേറ്റ് കുറവാണ്. അതായത് IPL ചരിത്രം നമുക്കറിയാം, 18 വർഷമായി തുടരുന്നു. ലോകത്തിലെ ഇതിഹാസ താരങ്ങൾ കളിച്ച ഒരു ലീഗാണ്. അവിടെ നിങ്ങൾക്ക് ഇപ്പോഴും ആ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച രണ്ടാമത്തെ താരം സഞ്ജു സാംസണാണ്. അയാൾ ഇനി ഒരു ടോപ്പ് ഓർഡർ ബാറ്റർ ആണോ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയത്തിൻ്റെ കാര്യമില്ല. ഇനി ഇന്ത്യൻ ടീമിൻ്റെ ഇതെടുത്താൽ, ഇന്ത്യൻ ടീമിലെ അവസാനത്തെ 15 ഇന്നിങ്സ് മാത്രം പരിശോധിച്ചാൽ മതി. അവിടെ നിങ്ങൾക്ക് 3 സെഞ്ചുറി കാണാം സഞ്ജുവിൻ്റെ പേരിൽ. തുടർച്ചയായി 2 സെഞ്ചുറി അടിച്ച അവസരങ്ങളുണ്ട്. നമുക്ക് ആ 3 സെഞ്ചുറി വന്നത് 5 ഇന്നിങ്സിലാണ്. അദ്ദേഹം സ്ഥിരതയുള്ള താരമാണോ എന്ന കാര്യത്തിലൊന്നും ഇനിയൊരു ചർച്ചയിലേക്ക് പോകേണ്ടതില്ല. സ്ഥിരതയുമായി മാത്രമല്ല, സഞ്ജുവിനെ ഒഴിവാക്കി കളിപ്പിക്കുന്ന മറ്റു താരങ്ങൾ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ശുഭ്മാൻ ഗില്ലിൻ്റെ കാര്യം, ശുഭ്മാൻ ഗില്ലിനെ കളിപ്പിച്ചേ മതിയാകൂ എന്ന് ആർക്കൊക്കെ വാശിയുള്ള പോലെയാണ്. തീർച്ചയായും അങ്ങനെ തന്നെ തോന്നും. കാരണം ശുഭ്മാൻ ഗിൽ മികച്ച താരമാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം 2020 പറ്റിയ താരമാണോ എന്ന് ചോദിച്ചാൽ സഞ്ജുവോളം അല്ല എന്ന് പറയേണ്ടി വരും. അതാണ് റെക്കോർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കൊരു താരത്തെ കളിപ്പിക്കാം, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ടെസ്റ്റിൻ്റെ ക്യാപ്റ്റനാണ്, ഏകദിനത്തിൻ്റെ ക്യാപ്റ്റനാണ്. 2020 ടോപ്പ് ഓർഡറിൽ ശുഭ്മാൻ ഗിൽ വേണമോ സഞ്ജു വേണമോ എന്ന ചോദ്യത്തിലാണെങ്കിൽ അത് റെക്കോർഡ് വെച്ചാണെങ്കിൽ അത് സഞ്ജുവിന് തന്നെ അവകാശപ്പെട്ടതാണ്. അത് ഒരു സമയത്ത് നിങ്ങൾക്ക് അവസരം കിട്ടിയില്ല, ഏതോ ഒരു സമയത്ത് നിങ്ങൾക്ക് അവസരം കിട്ടി. ആ അവസരം നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിച്ചു, തുടരെ സെഞ്ചുറികൾ അടിക്കുന്നു, നിങ്ങൾ ടീമിനെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു താരത്തെ വെറുതെ എന്തിന് മാറ്റി നിർത്തണമെന്ന ചോദ്യം അത് ഉയരുമ്പോൾ അതിന് കൃത്യമായി ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു മറുപടി നൽകാൻ സെലക്ടർമാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എനിക്ക് തോന്നുന്നത് സഞ്ജു ഈ കളിച്ചതൊക്കെ ഈ സമ്മർദ്ദഘട്ടത്തിലാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുമ്പോൾ 19 വയസ്സിൽ അരങ്ങേറി. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം 31ാമത്തെ പിറന്നാൾ കഴിഞ്ഞു. പക്ഷേ ഇതിനിടയിൽ എത്ര മത്സരം കളിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ കരിയർ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് നിരാശ തോന്നും. ഈ മനുഷ്യനെ ഇത്ര മാത്രം ഉപയോഗിച്ചുള്ളൂ എന്ന കാര്യത്തിൽ. അത് നമുക്ക് തോന്നുന്നത് അത് സഞ്ജുവിൻ്റെ നഷ്ടമല്ല, അത് ഇന്ത്യയുടെ നഷ്ടമായി മാറും എന്നാണ് തോന്നുന്നത്.